വിജയരാഘവൻ പൊല്ലാപ്പുകൾ പാർട്ടിക്ക് വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയെ CPM-നെ എങ്ങനെ കൊസ്രാക്കൊള്ളി കൊള്ളിക്കാമെന്ന് അല്ലെങ്കിൽ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നത് പോലെയൊക്കെയാണ് വിജയരാഘവൻ്റെ പ്രകടനങ്ങൾ. വിജയരാഘവൻ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു. അവിടെ പോയതെന്ന് പറഞ്ഞത് വയനാട് നിന്ന് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയത് മുസ്ലിം വർഗീയ ശക്തികളുടെ മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് എന്നാണ്. അതുമാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ റാലിയുടെ മുന്നിലും പിന്നിലും തീവ്രവാദികളാണ്, വർഗീയ തീവ്രവാദികളാണ് അണിനിരക്കുന്നതെന്നും വിജയരാഘവൻ പ്രസംഗിച്ചു. ആലോചിച്ച് നോക്കുക, തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതല്ലേ? വീണ്ടും വീണ്ടും മുസ്ലിം സമുദായത്തെ കുത്തി നോവിക്കാനല്ലേ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കണ്ടിട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ അടങ്ങിയിരിക്കുമോ? KM ഷാജി മറുപടിയും പറഞ്ഞു. KM ഷാജി പറഞ്ഞു, എന്താണ്, BJP-ക്കാർ RSS-കാർ പറയാൻ മടിക്കുന്ന തരം വർഗീയതയാണ് CPM-കാർ ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ആരോപണം. വാ തുറന്നാൽ വർഗീയതയല്ലാതെ മറ്റൊന്നും വിജയരാഘവന് പറയാനില്ല, P മോഹനനും പറയാനില്ല, പിണറായിക്കും പറയാനില്ല. RSS പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിണറായിയും സംഘവും. ലീഗിനെ എങ്ങനെ ശരിയാക്കാമെന്നാണ് അവരുടെ ധാരണ. അവർ നിശ്ചയിക്കുന്നത് ലീഗിനെ മാത്രം ശരിയാക്കിയാൽ മതിയോ? മനുഷ്യരുടെ ജീവിക്കണ്ടേ? കേരളമെന്ന മഹത്തായ സംസ്ഥാനത്തിന് ഒരു മഹത്തായ ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്, സംസ്കാരമുണ്ട്. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റ് സമുദായക്കാരുമൊക്കെ ഏകോദര സഹോദരങ്ങളായി ജീവിക്കുന്നു, സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുന്നു. അവിടെയാണ് വർഗീയ വിഷം ഇവർ ചീറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് KM ഷാജി എടുത്തെടുത്ത് പറയുകയാണ്. വർഗീയത പറഞ്ഞ് 10 വോട്ട് ഇവർക്ക് ലഭിച്ചേക്കാം. വർഗീയത പറഞ്ഞാൽ CPM-നോ ഇടതുമുന്നണിക്കോ 10 വോട്ട് ചിലപ്പോൾ കൂടുതൽ ലഭിച്ചേക്കാം. അതിനുശേഷവും നമ്മുടെ നാട് ഇവിടെ നിലനിൽക്കേണ്ടതല്ലേ എന്നും KM ഷാജി ഓർമ്മിപ്പിക്കുന്നു. KM ഷാജിക്കുള്ള ബോധം പോലും CPM-ന്റെ ജനകീയ അല്ലെങ്കിൽ സാധാരണക്കാരുടെ പാർട്ടി എന്ന് കൊട്ടിഘോഷിക്കുന്ന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് ഇല്ലാതെ പോയതിൽ ശരിക്കും CPM അണികളും ലജ്ജിക്കുന്നുണ്ടാകണം. സദാം ഹുസൈൻ്റെ പേര് പറഞ്ഞാൽ ഇനി വില പോകില്ല. സദാം ഹുസൈൻ്റെ പേര് പറഞ്ഞതുകൊണ്ടോ പലസ്തീൻ പറഞ്ഞതുകൊണ്ടോ മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് വോട്ട് ലഭിക്കില്ല. വയനാട് മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്ത്, BJP 175 ബൂത്തുകളിൽ 2ാം സ്ഥാനത്ത് എത്തിയത് എങ്ങനെയാണെന്ന് CPM തിരിച്ചറിയണം. BJP-യിലേക്ക് CPM-ൽ നിന്ന് കൂട്ടപ്പലായനമാണ് നടക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണിത്. അത് ഈഴവ വോട്ടാണോ ക്രിസ്ത്യൻ വോട്ടാണോ എന്നൊന്നും നോക്കണ്ട. CPM-ന് പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളിൽ, ഇടതുമുന്നണിക്ക് പ്രാതിനിധ്യമുള്ള പ്രദേശങ്ങളിൽ പോലും 175 ബൂത്തുകളിൽ BJP 2ാം സ്ഥാനത്തെത്തി. അത് CPM പരിശോധിക്കണം. അല്ലാതെ ലീഗിനെ തമ്മിലടിപ്പിക്കാനോ ലീഗിനെ മറ്റ് മുസ്ലിം സംഘടനകളിൽ നിന്ന് അകറ്റാനോ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല. ലീഗിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല. ലീഗിന് വർഗീയ പരിവേഷം ചാർത്തി ലീഗിനെ നശിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല. ലീഗ് നശിക്കുകയില്ല, നിങ്ങൾ നശിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചറിവ് നിങ്ങൾ മനസ്സിലാക്കണമെന്നും KM ഷാജി പറയുന്നു. ഇവരെന്തൊക്കെ ചെയ്തു? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് കാലത്തും CPM ചെയ്തത് അക്കമിട്ട് നിരത്തുകയാണ്. സമസ്തയെ തമ്മിലടിപ്പിച്ച് പിളർത്താൻ ശ്രമിച്ചു. കറക്റ്റല്ലേ? സമസ്തയിലെ തമ്മിലടിയുടെ പ്രധാന കാരണം CPM ആണെന്ന് എല്ലാവർക്കും അറിയാം. മുക്കത്തുള്ള നേതാവ് ഉമർ ഫൈസി, അദ്ദേഹം CPM അനുഭാവിയാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹവും എതിർകക്ഷികളും ചേർന്നാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ലീഗ് അനുകൂലികളും ലീഗ് അനുകൂലികളല്ലാത്ത ആളുകളും. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാദിഖ് അലിയെ കുറിച്ചുള്ള വിമർശനം, ഇതൊക്കെ എടുത്തു പറയുന്നുണ്ട്. മറ്റൊന്നെന്താണ്? സമസ്ത പിളർക്കാൻ ശ്രമിച്ചു. എന്തിന്? വർഗീയ പരസ്യം കൊടുത്തില്ലേ? മുസ്ലിം പത്രങ്ങൾ സിറാജിലും സുപ്രഭാതത്തിലും P സരിന് വോട്ട് പിടിക്കാൻ വേണ്ടി വർഗീയ പരസ്യം കൊടുത്തത് ഈ മുസ്ലിം സമുദായത്തെ വേദനിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ടല്ലേ സരിനവിടെ വോട്ട് കുറഞ്ഞു പോയത്? ഇടതുമുന്നണിക്ക് പാലക്കാട് വോട്ട് കുറഞ്ഞു പോയത്? മുസ്ലിങ്ങളെ NRC സമരത്തിൽ പങ്കെടുത്ത ആളുകളെ ഇവരെ അറസ്റ്റ് ചെയ്തില്ലേ? പിന്നെ അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ, മുനമ്പം വിഷയം വരെയുള്ള കാര്യങ്ങളിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് KM ഷാജി പ്രസംഗിച്ചത്. അതിന് വഴിവെച്ച് കൊടുത്തതാരാണ്? വിജയരാഘവൻ. ഇനി P മോഹനനെ കുറിച്ചുള്ളൊരു നിരീക്ഷണമുണ്ട്. കാക്കി ട്രൗസറുമിട്ട് ഒരു കുറുവടിയും പിടിച്ച് RSS ശാഖയിൽ പോയി നിൽക്കുന്നതാണ് P മോഹനന് ഏറ്റവും യോജിച്ച വേഷം, ഏറ്റവും യോജിച്ച പണി എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വർഗീയതയാണ് P മോഹനൻ വിളമ്പുന്നത്. മുസ്ലിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്, മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് അടച്ചാക്ഷേപിച്ചിട്ട് ലീഗിനെ വർഗീയ ചേരിയിൽ ഒതുക്കിയിട്ട് ഹിന്ദു വോട്ട് സമാഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇവർ ഈ വർഗീയ വിദ്വേഷം പരത്തുന്നതെന്നും KM ഷാജി പറയുന്നു. KM ഷാജി പറയുന്നത് മാത്രമല്ല, അങ്ങനെ CPM ചെയ്യുന്നു എന്നത് ചരിത്രപരമായ ഒരു ഡീവിയേഷനാണ്. CPM-ന്റെ ഒരു മാറ്റമാണ് കാണുന്നത്. CPM തീവ്ര വലതുപക്ഷത്തേക്ക് ചാഞ്ഞു പോകുന്നു. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ അവമതിപ്പോടെ ജനങ്ങൾ നോക്കിക്കാണുമ്പോൾ തന്നെ വിജയരാഘവനെ പോലുള്ള ആളുകൾ പറയുന്ന വിഷലിപ്തമായ വാക്കുകളും പാർട്ടിയെ അവമതിപ്പിലേക്ക് ജനങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മഞ്ചൂരിൽ CPM-ന്റെ പന്തൽ റോഡ് തടഞ്ഞുള്ളൊരു പ്രകടനം നടന്നിരുന്നുവല്ലോ. അതിനെതിരെ ഹൈക്കോടതി ശക്തമായ നടപടിയും സ്വീകരിച്ചു. അതിനും വിജയരാഘവൻ പറഞ്ഞ എന്താണ്?
കാറിൽ അമ്മായിയമ്മയെ കാണാൻ പോകുന്ന ആളുകൾ സല്ലപിച്ചു പോകുന്നത് കൊണ്ടാണ് റോഡിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് എന്ന തരത്തിലാണ്. അതുകൊണ്ട് ജാഥ നടത്താൻ അവകാശം വേണം, സോഷ്യലിസം വരണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനും വിമർശനം ഏറ്റുവാങ്ങിയില്ലേ? ഇങ്ങനെയുള്ള ആളുകളുടെ നാവിനെ നിയന്ത്രിക്കാൻ പോളിറ്റ് ബ്യൂറോയോ കേന്ദ്ര കമ്മിറ്റിയോ ഒക്കെ ഇടപെടണം എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.